ഡിഫറൻസിയേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ. അതായത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5. അത് കാണുമ്പോൾ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് കാണാം, അതുപോലെ തന്നെ എന്താണ് ഡിവിഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, റൂട്ടിൻ്റെ ഉള്ളിൽ എടുക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ശരിക്കും ഡെറിവേറ്റീവ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. അപ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി, അതായത് തന്നിരിക്കുന്ന ചോദ്യത്തിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞെടുത്തത് y എന്ന് പറഞ്ഞെടുത്തത്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ആ റൂട്ട് ഓഫ് ആ വലിയ സാധനം, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് y എന്ന് വിളിക്കുന്നു. അപ്പോ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5. അപ്പോ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ റൂട്ടിനെ മാറ്റണം. അപ്പൊ റൂട്ടിനെ മാറ്റാൻ എന്ത് ചെയ്യും? അപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ എഴുതാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് റൈസ് ടു ഹാഫ് എന്ന് എഴുതാം. റൂട്ട് പോകുമ്പോൾ എന്താവും, വേരിയബിളിന്റെ പവറില് ഹാഫ് വരും. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടിനെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കളയുമ്പോൾ എന്തായി മാറി, y is equal to x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5 all raised to half. അപ്പൊ എന്തായി മാറി, നമ്മുടെ റൂട്ട് പോയി എന്തായി മാറി, all raised to half എന്നുള്ള ഫോമിലായി. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പൊ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് 2, സ്ഥിരം എല്ലാ ക്വസ്റ്റ്യനുകളിലും നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, ലോഗരിതമിക് ഡിഫറൻഷിയേഷനിൽ നമ്മൾ സ്റ്റെപ്പ് 2 ആയി ചെയ്യുന്നത് രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, ലോഗ് കൊടുക്കും. അപ്പൊ എന്തായി മാറും, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോ ലോഗ് എടുക്കുമ്പോ നമ്മുടെ ഈ കാണുന്ന y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തായി മാറി, log y that is equal to log of x minus 1 into x minus 2 all divided by x minus 3 into x minus 4 all raised to half. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം log a raised to b ഫോം അല്ലേ എന്ന് നോക്കാം. log a raised to b, അപ്പൊ നമുക്കറിയാം log a raised to b എന്ന് പറഞ്ഞാൽ b log a ആണ്. ആരാണെങ്കിൽ എയുടെ സ്ഥാനത്താണ് ഈ ഉള്ളിൽ കിടക്കുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എക്സ് മൈനസ് 5. ബിയുടെ സ്ഥാനത്ത് വരുന്നതാണ് ഈ ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ log y that is equal to 1/2 log x minus 1 x minus 2 divided by x minus 3 into x minus 4 x minus 5. കഴിഞ്ഞില്ല. ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആണെന്ത്, log ab എന്ന് പറഞ്ഞാൽ log a plus log b. ഇതൊരു പ്രോപ്പർട്ടിയാണ്, നമ്മൾ ആദ്യം പഠിച്ചതാണ്. log a by b എന്ന് പറഞ്ഞാൽ log a minus log b. അപ്പോ
ഈ രണ്ട് പ്രോപ്പർട്ടികളും കൂടി നമുക്ക് എന്ത് ചെയ്യണം, അറിയാം. അപ്പൊ നമ്മൾ നോക്കുമ്പോ log a ഡിവൈഡഡ് ബൈ b. അപ്പൊ log a by b എന്നുള്ള ഫോമിലാണ് ആദ്യം എടുക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇതിങ്ങനെയായി മാറും. log y that is equal to 1/2 പുറത്തുണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, log a by b. അപ്പൊ log a ആണ് log x minus 1 into x minus 2 log a by b, log a minus log b. അപ്പൊ log a minus log b, b ആണ് x minus 3 into x minus 4 into x minus 5. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോ ഈ ഒരു ഡിഗ്രി നോക്കാം, log ab അല്ലെ, log x minus 1 into x minus 2 log ab. അപ്പൊ log ab എന്ന് പറയുമ്പോൾ എന്താണ് പ്രോപ്പർട്ടി, log a plus log b. അങ്ങനെയാണെങ്കിൽ log abc അല്ലെ, അപ്പൊ log abc നെങ്കിൽ എന്ന് പറയാം log a plus log b plus log c. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പില് log y that is equal to 1/2 ബ്രാക്കറ്റിൽ log ab that is log a plus log b. അപ്പൊ log x minus 1 into x minus 2 log x minus 1 plus log x minus 2 minus log abc log a plus log b plus log c. അപ്പൊ log x minus 3 log x minus 4 log x minus 5. അപ്പോ ഇടയിൽ ഞാൻ ചിഹ്നമിട്ടില്ല. അപ്പൊ ശരിക്കും എന്താണ് log abc എന്ന് പറഞ്ഞാൽ log a plus log b plus log c. അപ്പൊ ഇതെല്ലാം പോസിറ്റീവ് ആണ് ആവുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് എന്താണ്, ഈ ഒരു ടേബിൾ കോമൺ അല്ലേ. അപ്പൊ ഈ നെഗറ്റീവിനെ ഓരോ ടേബിളും കൊടുക്കുമ്പോൾ ഈ അല്ലാതെ എന്തായി മാറും, നെഗറ്റീവ് ആയി മാറും. അപ്പോ നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. ഇപ്പൊ നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തു, 2 സ്റ്റെപ്പുകളാണ് ചെയ്തത്. ഒന്ന് ലോഗരിതമിക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ തന്നിരിക്കുന്നതിൽ y ഇല്ല. അപ്പൊ നമ്മൾ തന്ന ചോദ്യത്തിന് എന്തെന്ന് വിളിച്ചു, y equal to എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതിയതിനു ശേഷം സ്റ്റെപ്പ് 2 ആയി നമ്മൾ ചെയ്ത കാര്യം എന്താ, രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്തു, ലോഗ് അപ്ലൈ ചെയ്തു. അപ്പൊ ലോഗ് അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നെ ലോഗിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ആണെന്ന് ടേക്കിംഗ് ഡെറിവേറ്റീവ്. അതായത് നമുക്ക് വേണ്ടത് എന്താ, dy by dx ആണ് വേണ്ടത്. അതായത് ഡെറിവേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ dy by dx ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. സോ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ log y യുടെ ഡെറിവേറ്റീവ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ log y യുടെ ഡെറിവേറ്റീവ് എന്താ, 1/y. കഴിയില്ല, ഇത് ലോഗിന്റെ y യുടെ ഡെറിവേറ്റീവ് എന്താ, dy by dx. ഇത് ആക്ച്വലി നമ്മൾ ഇംപ്ലിസിറ്റിൽ പഠിച്ചു എന്ന് പറഞ്ഞതാണ്. ഇനി അഥവാ log y യുടെ ഡെറിവേറ്റീവ് അല്ലാടത്തും വരുന്നത് തന്നെയാണ് 1/y into dy by dx. ഇംപ്ലിസിറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താ, that is equal to ഹാഫ്. നമ്മൾ അതുപോലെ തന്നെ എഴുതി ഡെറിവേറ്റീവ് എടുക്കുന്നു. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ log x minus 1 ന്റെ എന്താ, 1/x minus 1 പ്ലസ് ഓരോ ടൈമിന്റെയും, അതായത് സമ്മാനം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടൈമിന്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ എന്താണ്, ഒന്നാമത്തെ ടൈമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/x minus 1. അടുത്ത log x minus 2, അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1/x minus 2. ഇനി എന്താ നെഗറ്റീവ് log x minus 3 എന്താ, 1 divided by x minus 3 minus log x minus 4 ഡെറിവേറ്റീവ് എന്താ, 1 divided by x minus 4 minus
log x minus 5 എന്താണ് ഡെറിവേറ്റീവ് 1 divided by x minus 5. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് dy by dx ആണ് വേണ്ടത്. എന്താ വേണ്ടത് dy by dx ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ dy by dx കിട്ടാൻ വേണ്ടി dy by dx that is equal to 1 by y, അതായത് ഈക്വൽ സൈഡിന്റെ ഇപ്പുറത്ത് താഴെയായി എടുക്കുന്ന ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മുകളിലേക്ക് പോകും. അപ്പൊ എന്തായി മാറും ദാറ്റ് ഈസ് y by 2. ബാക്കി എന്ത് ഇത് തന്നെ അതുപോലെ തന്നെ എഴുതാം. അപ്പൊ 1 by x minus 1 plus 1 by x minus 2 അപ്പൊ നമുക്ക് എന്ത് കിട്ടി കഴിഞ്ഞു dy by dx കിട്ടി കഴിഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ചോദ്യം ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5. തന്നിരുന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും y എന്ന് പറഞ്ഞ ആളെ കാണാൻ പറ്റിയിരുന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും ആര് പാടില്ല y പാടില്ല. നോക്കിയേ ഇവിടെ ഒരു y എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ആൻസറിൽ കിടക്കുന്നുണ്ട്. ചോദ്യത്തിൽ ഇല്ലാത്ത ആൾ ഒരിക്കലും എവിടെ വരാൻ പാടില്ല ആൻസറിൽ വരാൻ പാടില്ല. അപ്പൊ y ആരാണ്? y ആരാണ്? തന്നിരുന്ന ചോദ്യത്തിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് y എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ dy by dx that is equal to y എന്ന് കാണുന്നതിന് പകരം എനിക്ക് എന്തിട്ട് കൊടുക്കാൻ പറ്റും root of x minus 1 into x minus 2 all divided by x minus 3 into x minus 4 x minus 5. ആ ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക ഒരു 1/2, അല്ലെങ്കിൽ ഈ റൂട്ട് ഓഫ് എന്ന് പറയുന്നതിന്റെ താഴെ ഓൾ ഡിവൈഡഡ് ബൈ എന്ന് എഴുതാം 2 എന്ന് എഴുതാം. രണ്ടും ശരിയാണ്. ബാക്കി എന്തുണ്ട് 1 by x minus 1 plus 1 by x minus 2 minus 1 by x minus 3 minus 1 by x minus 4 minus 1 by മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരുന്ന ചോദ്യത്തിൽ y ഉണ്ടായിരുന്നില്ല. y ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ റിസൾട്ടിൽ നിന്ന് y നെ കളയണം. അപ്പൊ y നെ കളയാൻ വേണ്ടി നോക്കിയപ്പോ y ആരാണെന്ന് നോക്കി. y എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യം തന്നെ. ഞാൻ എന്ത് ചെയ്തു y യുടെ സ്ഥാനത്ത് അത് ഇട്ട് കൊടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം 1/2 into y. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക y by 2 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് എഴുതാം 1/2 into y എന്ന് എഴുതാം. രണ്ടും ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം 1/2 മാറ്റി നിർത്തി y ക്ക് പകരം ഞാൻ ഇട്ട് കൊടുത്തു. ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് ഇത് എന്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്തു നോക്കുമ്പോൾ പ്രൊഡക്റ്റും കോഷ്യന്റും റൂട്ട് അല്ലാത്തിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാൻ അറിയാം. പക്ഷെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വരുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആവും. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന മെത്തേഡാണത് ലോഗരിതമിക്. ഫസ്റ്റ് തന്ന ചോദ്യത്തിനെ y എന്ന് വിളിക്കുന്നു, അതിനുശേഷം റൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു ഓൾ റൈസ് ടു ഹാഫ് എന്നാക്കി. അതിനുശേഷം സ്റ്റെപ്പ് 2 രണ്ട് സൈഡിലും ലോഗ് എടുക്കുന്നു. ലോഗിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. ബേസിക് ആയ എന്ത് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുത്തതിനു ശേഷം ലാസ്റ്റ് തന്ന ചോദ്യത്തിന്റെ ടൈം, അതായത് എക്സിന്റെ ടൈമിലേക്ക് മാറ്റാൻ വേണ്ടി ആൻസറിൽ കിട്ടിയ y റീപ്ലേസ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തത്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം.